പൊട്ടിച്ച് നോക്കിയാൽ ഒന്നും കാണില്ല, വെള്ളം കാണാൻ പാടില്ല. അതാണ് ആ ചോറ് ദമ്മുള്ള കഴിവ്. ഇത് ഉപ്പ് പിടിക്കാൻ മാത്രം ഒരു നനവ്, അത് നേച്ചുറലാണ്. അപ്പൊ ഇതൊക്കെ നാച്ചുറലാണ്. കാശ്മീർ ഡിഷാണത്. 9 തരം പഴങ്ങൾ ചേർന്നിട്ടുള്ള ഒരു പ്രത്യേക കറിയാണ്. വളരെ ടേസ്റ്റിയാണ്. പലയിടത്തും കാണാറില്ല, ഇവിടെ ഇപ്പോൾ ഞാൻ കണ്ടു. നവരത്തെ കുറുമ അത് കഴിച്ചു നോക്കണം, അതിന് ടേസ്റ്റ് ഉണ്ടെങ്കിൽ. ഞാൻ ഈ ലത്തീഫായിട്ട് കുറേ വർഷങ്ങൾക്ക് മുൻപ്, ഇന്നൊന്നുമല്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ലത്തീഫിൻ്റെ ഫുഡാണ് വാങ്ങിക്കാറ്, കഴിക്കാറ്. ഭക്ഷണം ഇപ്പോൾ നമ്മൾ ഗൾഫുകാരാണ്, അപ്പോൾ അതുകൊണ്ട് തിക്കും കബാബൊക്കെ സൂപ്പറാണ്. നമ്മളത് മാത്രം എടുത്തപ്പോൾ തന്നെ നമുക്ക് വയറ് ഫുള്ളായി. ഗൾഫിലായാലും അറബിക് ഫുഡാണ് താല്പര്യം. 42 കൊല്ലമായി ഗൾഫിൽ. അപ്പോൾ അവർക്ക് ലയിച്ച് ചേർന്നുകൊണ്ട് ആ ഫുഡ് ഞങ്ങളുടെ ഫാമിലി മുഴുവൻ അതിനെ കഴിച്ച് കൂടുതൽ. ഞാൻ ലത്തീഫ്ഖാനെ 32 വർഷമായിട്ട് പരിചയമുണ്ട്. അന്ന് ലത്തീഫ്ഖാൻ്റെ മട്ടൻ ബിരിയാണിയാണ് ഈ നാട്ടിൽ ഏറ്റവും അറിയപ്പെട്ട മട്ടൻ ബിരിയാണി. ഇന്നും മട്ടൻ ബിരിയാണി ഇപ്പോൾ കൈവിട്ടിട്ടില്ല, പക്ഷേ ഐറ്റം കണ്ടമാനൊക്കെ പുതിയ വെറൈറ്റിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം വളരെ ഓർഡറായിട്ട് എല്ലാം ആൾക്കാർക്ക് എത്ര ആവശ്യമുണ്ടോ അത്ര കൊടുക്കാനുള്ളതാണ്. ഒരു സാധനത്തിന് മുട്ട് വരില്ല. നമുക്ക് ധൈര്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുക. എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഒരു ചാവക്കാട് ഒരു കല്യാണം കൂടാനായിട്ട് വന്നിരിക്കുകയാണ്. ലത്തീഫിക്ക, ഇന്ന് ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ആണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്? ഇന്ന് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മോൻ്റെ കല്യാണമാണ്. അപ്പോൾ അത് ഏറ്റവും ഭംഗിയാക്കണം എന്നുള്ള 100% വിശ്വാസത്തിലാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ റിപ്പോർട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ആദ്യം പൊറോട്ട ഉണ്ട്. പൊറോട്ട ചെറിയ പൊറോട്ട, അമീറ ഉണ്ട്. ഓക്കെ. മട്ടൻ വൈറ്റ് കറി ഉണ്ട്. മട്ടൻ വൈറ്റ് കറി. പോത്തിറച്ചി പൊരിച്ചതുണ്ട്. 3 തരം കബാബുണ്ട്. 3 തരം കബാബുകളുണ്ട്. 3 ടേസ്റ്റിയാണ്. 3 ടേസ്റ്റാണ്. എന്ത് പേരിടാം, പക്ഷേ പേരിലല്ലോ പേരിടാം. പക്ഷേ 3 ടേസ്റ്റ് ആയിരിക്കും. 3 മസാല ആയിരിക്കും അല്ലേ? അതെ. 3 മസാലയിലുള്ള കാര്യങ്ങളോ എസൻസോ ഒന്നും ഉണ്ടാവില്ല. കഴിച്ചിട്ട് പറഞ്ഞാൽ മതി. നാച്ചുറലായിരിക്കും. ഇത് ലഗോൺ ബിരിയാണി. ഞാൻ നേരത്തെ കാണിച്ചല്ലോ, ഫസ്റ്റിൽ ദമ്മിടുമ്പോ വെള്ളത്തിൽ ദമ്മിട്ട് അതന്നെ വെള്ളത്തിൽ വറ്റിച്ചെടുക്കണം എന്ന് പറഞ്ഞത്. ആ ബിരിയാണിയാണ് ഇത്. എന്തെങ്കിലും ഒരു വെള്ളത്തിന്റെ കാണിച്ചു തരാൻ പറ്റുമോ? ഫുള്ള് ഡ്രൈ ആയി. പച്ചരിട്ടത് നമ്മള് അരിയാണത്. പിന്നെ മട്ടൻ ബിരിയാണി. ഇതാണ് ലത്തീഫിക്കാന്റെ സ്പെഷ്യൽ മട്ടൻ ബിരിയാണി. ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഐറ്റം മട്ടൻ ബിരിയാണിക്ക്. കേക്ക് നമ്മൾ ലൈവായിട്ട് ചെയ്യുന്നുണ്ട്. 5 ഫ്ലേവറാണ് നമ്മള്. 5 ഫ്ലേവറിലുള്ള കേക്കുകളാണ് വരുന്നത്. നമ്മൾ ഇവിടെ തന്നെ അത് സെറ്റ് ചെയ്തിട്ട് ഇവിടെ തന്നെ മേക്ക് ചെയ്യുന്നത്. ലൈവായി മേക്ക് ചെയ്ത് കൊടുക്കണം. സിറപ്പും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ തന്നെ ചെയ്തിട്ട് കൊടുക്കണം. ഇത് എൻ്റെ സുഹൃത്ത് ജോസ്ഫേഡ് തന്നെ ഒരു ഇപ്പൊ പൊറോട്ട കുഴക്കാൻ മെഷീനുണ്ട്, ഗ്യാസ് അടുപ്പുണ്ട്, എല്ലാ സാമഗ്രികളുണ്ട്. ഇത് ഒരു 30 കൊല്ലം മുന്നേ കിൻഡൽ കണക്കിന് പൊറോട്ട കയ്യാലെ കുഴച്ചിട്ട് 3 കല്ല് വെച്ചിട്ട് അതിന് ചട്ടി വെച്ചിട്ട് ചുട്ടെടുക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ പഠിച്ചു വന്നു ഞാൻ പൊറോട്ട. ഇന്നും പൊറോട്ട ഇവിടെ വേണ്ടി വന്ന നമുക്കതൊന്നും വിഷയമല്ല. ലത്തീഫിക്ക, വെജിറ്റേറിയൻ ഉള്ള ആളുകൾക്ക് എന്തൊക്കെയാണ് ഇവിടെ പ്രിപ്പയർ ചെയ്തത്? മിക്സഡ് വെജിറ്റബിൾ കറി ഉണ്ട്. പിന്നെ ഫ്രൂട്ട്സ് കറി ഇട്ടിട്ടുണ്ട്, ഫ്രൂട്ട്സ് എല്ലാം ഇട്ടിട്ടുണ്ട്, വെജിറ്റബിൾ കറി ഉണ്ട്. ഇത് ചില്ലി ഗോബി.
ഇത് പനീർ പനീർ പനീർ. പനീർ മട്ടർ മസാല. പനീർ ബട്ടർ മസാല. മട്ടർ. ഗ്രീൻ പീസ്. ആ പനീർ ഗ്രീൻ പീസ് മസാല. വെജിറ്റബിൾ ബിരിയാണി. വെജിറ്റബിൾ ബിരിയാണി. ലത്തീഫൊക്കെ ഇപ്പോൾ കേരളത്തിലെ എല്ലാ സ്ഥലത്തും കാറ്ററിംഗ് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലേ? എല്ലാം നമുക്ക് ഒഴിവുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് കുക്കിംഗ് ചെയ്യാൻ പറ്റാവുന്ന സ്ഥലത്തൊക്കെ ഞാൻ പോയിട്ട് ചെയ്യും. ഞാനായിട്ട് ചെയ്യാൻ പറ്റാവുന്ന. ഓക്കെ. മിനിമം നമുക്കൊരു മാക്സിമം എത്ര പേരുടെ വരെ പരിപാടികൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലത്തീഫയ്ക്ക് പറ്റും? അതിപ്പോ എൻ്റെ ഓർമ്മയില് ഞാൻ ഒറ്റക്ക് ചെയ്തുള്ളൊരു വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു പള്ളിയിലൊരു പരിപാടി ഉണ്ടായിരുന്നു. പാലക്കാട് ജില്ലയില് പടിഞ്ഞാറങ്ങാടി എന്ന് പറയും. അവിടെ ഒരു അറക്കല പള്ളി എന്ന് പറയും. ആ പള്ളിയിൽ ഞാൻ മറ്റതെല്ലാം ഒരുവിധ ആൾക്കാരൊക്കെ ജോയിൻ്റ് ആയിട്ടാണ് ചെയ്യുക. ഞാൻ ഒറ്റയ്ക്ക് 25,000 കിലോ അരിയും ഒരു 12,000 കിലോ ഇറച്ചി ഒറ്റക്ക് എൻ്റെ സ്റ്റാഫുകളെ വെച്ചിട്ട് മാത്രമായിട്ട് ചെയ്ത് കൊടുത്തിട്ടാണ്. അങ്ങനെ 3 പ്രാവശ്യം ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വലിയ വർക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതിയുണ്ട്. ആ കോടതിയുടെ ഒരു ജഡ്ജിമാരുടെയും മജിസ്ട്രേറ്റുമാരുടെ ഒക്കെ വക്കീൽമാരോടൊക്കെ ഒരു സംസ്ഥാന യോഗം പണ്ട് ഒരു 35 കൊല്ലം മുന്നേ എൻ്റെ മാപ്പി ഞാൻ 35 കൊല്ലം പോരാ. അന്ന് അഡ്വക്കേറ്റ് വീരേന്ദ്ര മേനോൻ സാറാണ് പല സുഹൃത്തായിരുന്നത്. അദ്ദേഹം മുഖാന്തരമാണ് ഞാനത് കൈകാര്യം ചെയ്തത്. അപ്പം അന്ന് അതൊരു 2 ദിവസം കൂടിയിട്ട് ഒരു 12,000 13,000 ആളുണ്ടായിരുന്നതാണ് എൻ്റെ ഓർമ്മ. അന്ന് ഇതുപോലെ കാറ്ററിംഗ് സർവീസ് ഒന്നും ഇല്ലല്ലോ. അന്ന് ബ്രോയിലർ കോഴി ഇറങ്ങിയിട്ടില്ല. അന്ന് ലഗോൺ കോഴി മാത്രമേ ഉള്ളൂ. അങ്ങനെ ചെയ്ത് ഓർമ്മയുണ്ട്. പിന്നെ 5,000 2,000 3,000 അതൊക്കെ സാധാരണ എത്ര വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. എനിക്ക് ആരുമുണ്ട് ഞാൻ ചെയ്ത് കൊടുക്കും. പിന്നെ പലരും പലതും പറയും. അതൊന്നും നമ്മൾ ഉൾക്കൊള്ളാനുള്ള കാര്യം. നമ്മൾ പോണ വഴി നമ്മൾ നോക്കിയാൽ മതി. കുറ്റം കുറവൊക്കെ പറഞ്ഞോട്ടെ. എനിക്കതൊരു വിഷയമല്ല. എൻ്റെ സംഘടന ഒരു വിഷയമല്ല. അപ്പോൾ നമ്മളെ വീഡിയോസ് വൈൻഡപ്പ് ചെയ്യാണ്. ഐശ്വര്യ കാറ്ററിങ്ങിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഇടാം. അതേപോലെ നിങ്ങളുടെ കാറ്ററിംഗ് യൂണിറ്റുകൾ ഇവൻറ്റ്സുകൾ നമ്മളെ യൂട്യൂബ് ചാനലിലൂടെ പരിചയപ്പെടുത്താനായിട്ട് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.